ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു റിലയൻസ് ജിയോ സിമ്മിനെ കുറിച്ച്. എങ്ങനെയാണ് റിലയൻസ് ജിയോ സിം പ്രിവ്യൂ ഓഫർ ഇല്ലാത്ത ഫോണുകളിൽ ലഭിക്കുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഡൗട്ട്സുകൾ ഞാൻ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്തിരുന്നു. റിലയൻസ് ജിയോ സിം ലഭിക്കാനായിട്ട് ഒരു കൂപ്പൺ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകളും ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തു. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ ഓരോരുത്തർ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതേപോലെ യൂട്യൂബിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിയോ സിം ലഭിച്ചതിന് ശേഷം 2 GB മാത്രം ഡേറ്റയെ എല്ലാവർക്കും ലഭിക്കുന്നുള്ളൂ, അൺലിമിറ്റഡ് ഡേറ്റ ലഭിക്കുന്നില്ല. അതെങ്ങനെയാണ് 2 GB അൺലിമിറ്റഡ് ആകുന്നത് എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഈ വീഡിയോയിലൂടെ ഞാനത് ക്ലിയർ ചെയ്തു തരാൻ ശ്രമിക്കുന്നതാണ്. നോക്കുക, ഇപ്പോൾ ജിയോ സിം ലഭിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത സമയത്ത് ജിയോ സിം വളരെ ഈസി ആയിട്ട് ലഭിക്കുമായിരുന്നു. കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ, റിലയൻസ് ഡിജിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവർ ഏത് മൊബൈലിൽ നിന്ന് നിങ്ങൾ കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്ത് കൊണ്ടു ചെന്നാലും അവർ നിങ്ങൾക്ക് സിം തരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രിവ്യൂ ഓഫർ അവൈലബിൾ അല്ലാത്ത ഒരു ഫോണിൽ നിന്ന് കോഡ് ജനറേറ്റ് ചെയ്ത് റിലയൻസ് ഡിജിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അവിടെ ഫോൺ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്ത് ശേഷം മാത്രമേ നമുക്ക് സിം തരത്തുള്ളൂ. അങ്ങനെ ചില പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾക്ക് സിം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നിങ്ങളുടെ ലക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഈ കാര്യം സിം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജിയോ പ്രിവ്യൂ ഓഫറിലൂടെ നിങ്ങൾക്ക് 3 month അൺലിമിറ്റഡ് 4G ഡേറ്റ ലഭിക്കും. അതേപോലെ 3 month വോയിസ് കോൾ ലഭിക്കും, മെസ്സേജസ് ലഭിക്കും. വളരെ നല്ല ഒരു ഡീലാണ് ജിയോയുടെ ഈ ഒരു പ്രിവ്യൂ ഓഫറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒറിജിനൽ പ്രിവ്യൂ ഓഫർ കൊടുത്തിട്ടുള്ള സാംസങ്ങിന്റെ ചില ചുരുക്കം ഫോണുകളിൽ മാത്രമേ ഉള്ളൂ. നോട്ട് 4, S7, S7 Edge, S6 അങ്ങനെ ചില ഫോണുകളിൽ A5, A7 തുടങ്ങിയ ഫോണുകളിൽ മാത്രമേ ഈ പ്രിവ്യൂ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഈ ഓഫർ അവൈലബിൾ അല്ലാത്ത ഫോണുകളിൽ കോഡ് ജനറേറ്റ് ചെയ്ത് എങ്ങനെയാണ് 2 GB ലഭിക്കുന്ന നമ്മളുടെ ഡേറ്റ അൺലിമിറ്റഡ് ആക്കുന്നതെന്നാണ്. 2 GB ഡേറ്റ അൺലിമിറ്റഡ് ആക്കാൻ നമ്മൾ ചെയ്യുന്ന ഓരോ പുതിയ ടെക്നിക്കുകളും റിലയൻസ് അത് അപ്ഡേറ്റുകൾ കൊടുത്ത് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് 2 GB ഡേറ്റ അൺലിമിറ്റഡ് ആക്കാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് MI Max എന്ന് പറയുന്ന ഒരു ഫോണാണ്. എൻ്റെ ഫോണിൽ റിലയൻസ് ജിയോ സിം ആക്ടിവേറ്റ് ആയി, എന്നാൽ എനിക്ക് 2 GB മാത്രമേ പ്രിവ്യൂ ഓഫർ ലഭിച്ചുള്ളൂ. ഞാനത് എങ്ങനെയാണ് അൺലിമിറ്റഡ് ആക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോൺ ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള മൊബൈൽ ഡേറ്റ ഓപ്പൺ ആക്കുക. ഹോട്ട്സ്പോട്ട്, വൈഫൈ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈലിലുള്ള മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും ഈ മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ പുതിയ മൈ ജിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം അതിന് മുമ്പ് എൻ്റെ മൊബൈലിലുണ്ടായിരുന്ന മൈ ജിയോയുടെ എല്ലാ ആപ്ലിക്കേഷനുകളും ജിയോയുടെ ആപ്ലിക്കേഷനുകളും ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. വീണ്ടും ഞാൻ മിനിമൈസ് ചെയ്ത മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ നോക്കുക, ഇവിടെ എല്ലാ ആപ്ലിക്കേഷനുകളും അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ മൈ ജിയോ എന്നുള്ളത് ഓപ്പൺ ആക്കി. ഇവിടെ നോക്കുക, നോ ഇന്റർനെറ്റ് കണക്ഷൻ, ഗെറ്റ് ജിയോ സിം. അതിനുശേഷം ഇവിടെ നിന്ന് വീണ്ടും മൊബൈൽ ഡേറ്റ ഓൺ ആക്കുക. ഞാൻ മൊബൈൽ ഡേറ്റ ഇവിടെ നിന്ന് ഇപ്പോൾ ഓൺ ആക്കി. മൊബൈൽ ഡേറ്റ ഓൺ ആക്കിയതിന് ശേഷം ഈ കാണുന്ന സൈനപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനി സൈനപ്പ് ചെയ്യണം. അതിനായിട്ട് എൻ്റർ ജിയോ നമ്പർ ഓർ ജിയോ കസ്റ്റമർ ID, ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ നമ്മുടെ ജിയോ നമ്പർ ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം
ജനറേറ്റ് OTP എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു വൺ ടൈം പാസ്വേഡ് നമ്മുടെ മൊബൈലിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും. ആ വൺ ടൈം പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഇമെയിൽ ID കൊടുക്കുക, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ആ പാസ്വേഡ് കൺഫേം ചെയ്യുക. അതിനുശേഷം സൈനപ്പ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ വൺ ടൈം പാസ്വേഡ് വന്നിട്ടുണ്ട്. ഞാനത് ടൈപ്പ് ചെയ്ത് സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഇനി നമ്മളിവിടെ കൊടുത്ത Gmail IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും. അവിടെ നിന്നും ആ മെയിൽ ID ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ജിയോ ID വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ സൈനപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം ചെയ്യാനുള്ളത് നമുക്ക് ഇമെയിലിൽ പോയിട്ട് ജിയോയിൽ നിന്ന് വന്ന മെയിൽ ഒന്ന് വെരിഫൈ ചെയ്യണം, ജിയോ അക്കൗണ്ട്. അത് ഞാൻ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കും. നിങ്ങൾ കൊടുത്ത മെയിൽ IDയിലേക്ക് വരുന്ന വെരിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുക, താങ്ക് യു, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ്. അതിനുശേഷം വീണ്ടും മിനിമൈസ് ചെയ്യുക. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്യുക. വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് മൈ ജിയോ ആപ്പ് ഓപ്പൺ ആക്കുക. അതിനുശേഷം അതിലെ മൈ ജിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇന്റർനെറ്റ് കണക്ഷൻ ഓൺ ആക്കുക. അതിനുശേഷം സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിവിടെ കൊടുത്തിട്ടുള്ള മെയിൽ ID ഉപയോഗിച്ച് പാസ്വേഡ് ഉപയോഗിച്ച് ഇതിൽ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 4 ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. ഞാനിവിടെ സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. മുകളിൽ നോക്കുക, അപ്ഡേറ്റിംഗ് എന്ന് കാണാൻ സാധിക്കും. ഞാൻ ഈ ആപ്ലിക്കേഷൻ ബാക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. നോക്കുക, ഇവിടെ അപ്ഡേറ്റ് കാണിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്കിതിൽ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി ഞാൻ ഈ അപ്ഡേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡിംഗ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ സാധിക്കും. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ആക്കിയാണ്. നോക്കുക, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ സൈൻ ഇൻ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻജോയ് ജിയോ പ്രിവ്യൂ ഓഫർ അൺലിമിറ്റഡ് അക്സസ് ടു ഡിജിറ്റൽ ലൈഫ് ടിൽ 9 നവംബർ 2016. എൻ്റെ മൊബൈലിൽ അൺലിമിറ്റഡ് ഓഫർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അൺലിമിറ്റഡ് ആപ്സ്, അൺലിമിറ്റഡ് ഡേറ്റ, അൺലിമിറ്റഡ് HD വോയിസ് കോൾ, അൺലിമിറ്റഡ് HD വീഡിയോ കോൾ. ഓക്കെ, ഇങ്ങനെയാണ് ജിയോയുടെ പ്രിവ്യൂ ഓഫർ നമ്മൾ അൺലിമിറ്റഡ് ആക്കി മാറ്റുന്നത്. 2 GB ആണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്കാൻ സാധിക്കും. നിങ്ങളിങ്ങനെ സൈനപ്പ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഫോണ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ സി ക്ലീനർ പോലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഡേറ്റ മുഴുവൻ ക്ലീൻ ചെയ്യുക. അതിനുശേഷം വീണ്ടും മൈ ജിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ ജിയോ ID കൊടുത്തിട്ട് വീണ്ടും നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അൺലിമിറ്റഡ് ഓഫർ ലഭിക്കുന്നില്ല, 2 GB തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക വീണ്ടും. അതിനുശേഷം വീണ്ടും സെയിം പ്രോസസ്സിങ് തന്നെ ചെയ്യുക. വീണ്ടും മൈ ജിയോ ഓപ്പൺ ആക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ നെറ്റ് ഓൺ ആക്കുക. നെറ്റ് ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലിമിറ്റഡ് ഓഫറിലേക്ക് പോകുന്നതാണ്. കാരണം ഇപ്പോൾ ജിയോ സിം ലഭിച്ച പലർക്കും ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ജിയോ സിം ലഭിച്ചിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ MIയുടെ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പ്രിവ്യൂ ഓഫറിൽ ഇല്ലാത്ത ഫോണുകളിൽ നിങ്ങൾ 2 GB ജിയോയുടെ നെറ്റ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വൈഫൈ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും നെറ്റ്വർക്ക് ഉപയോഗിച്ചോ ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ജിയോയുടെ തന്നെ ഏതെങ്കിലും മറ്റൊരു ഫോണിൽ നിന്നും ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ജിയോ നെറ്റ്വർക്ക് എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വീണ്ടും 2 GB തീർന്നതിന് ശേഷവും അൺലിമിറ്റഡ് ഡേറ്റ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ മറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ചെയ്യാമെന്ന് കരുതിയാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് ജിയോയുടെ നെറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. ഓക്കെ, ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഏറ്റവും പഴയ ഒരു വേർഷനിലുള്ള
ആപ്ലിക്കേഷനാണ്, ജിയോയുടെ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മെസ്സേജ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ തന്നെ മെസ്സേജ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ ജിയോയുടെ പ്രിവ്യൂ ഓഫർ അൺലിമിറ്റഡ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തതെന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കാരണം അത് മറ്റു സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം എല്ലാ രീതിയിലും നമ്മൾ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഇത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഞാൻ ഈ കാണിച്ചു തന്ന രീതി എല്ലാ ഫോണുകളിലും നടക്കണമെന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മറ്റെന്തെങ്കിലും പുതിയ ടെക്നിക്കുകൾ വരികയാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഈ വീഡിയോയിൽ ഞാനും കമന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക, മറ്റ് സുഹൃത്തുക്കളിൽ എത്തിക്കുക. ഒരുപാട് പേര് സിം എടുത്തതിന് ശേഷം 2 GB ഡേറ്റ മാത്രം ലഭിച്ചിട്ട് അത് അൺലിമിറ്റഡ് ആക്കാൻ സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്ത് നോക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.